റൊട്ടേറ്റ് യുവർ ഡിവൈസ് യു ക്യാൻ ടേൺ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതാക്കണം. കുഴപ്പമില്ല, അങ്ങനെ മതി. അത് ഇപ്പോൾ ലൈവ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലാസ്റ്റ് കൂട്ടാൻ നോക്കൂ. ലൈവ് തുടങ്ങി. ഒരാൾ വന്നു. ആരാ വന്നു? നീ മുത്തശ്ശനെ ടാഗ് ചെയ്തിട്ടില്ല? മുത്തശ്ശനെ ടാഗ് ചെയ്തിട്ടില്ല? വരുന്നുണ്ടെന്നല്ലേ? ആ, ഒരു 10 മിനിറ്റ് വരെ. കുറച്ച് കഴിഞ്ഞിട്ട് 10-15 പേരായിട്ട് തുടങ്ങി. 10 പേരായിട്ട് അകത്തായി. ഒരു മിനിറ്റ്. ആ, ചെരിഞ്ഞിട്ടാണോ കാണുന്നത്? അതെ, സ്ക്രീനോ ആണോ? അനന്യ ഗൗരി പോലെ ഗൗരി പറഞ്ഞു. അനന്യ മാത്രമേ ബിന്ദു എന്താ ശരിയുണ്ടോ സ്ക്രീന്? എന്താ പ്രശ്നം? വിളിച്ചോട്ടോ, സ്ക്രീനിൻ്റെ പ്രശ്നമില്ല. അങ്ങനെ വെച്ചിട്ടാണ് ശരിക്കും അടിയിൽ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പം ശരിയായി. ഇപ്പം ഇങ്ങനെ വേണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരിക്കുട്ട പ്രശ്നമുണ്ടോ? എന്നാൽ ശരി കേട്ടോ. എന്താ പ്രശ്നം? എല്ലാവരും കാണും. നോക്കാം. അപ്പം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇപ്പം നേരെയാക്കണ്ടേ? അങ്ങനെ വിളിക്കാൻ പറ്റുമോ? നേരെ ഇങ്ങനെ വെച്ചിട്ട് സൈഡാക്കാൻ പറ്റുമോ ശരിക്കുട്ട? അങ്ങനെ വെക്കാൻ പറ്റും. അങ്ങനെ വെക്കാൻ പറ്റുമോ ശരിക്കുട്ട? ഇങ്ങനെ വെച്ചിട്ട് അല്ല ശ്രീകുട്ടൻ നേരെയൊക്കെയല്ലേ? പുറപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ വന്നാൽ മതി. എല്ലാ കാര്യവും കുറച്ച് സമയം പറയണ്ടേ? പറയല്ലേ പ്രധാനം. കേൾക്കും. അത് കുഴപ്പമില്ല. ലൈവിന്റെ സ്വഭാവം അങ്ങനെയാണ്, പ്രശ്നമില്ല. അല്ല, എല്ലാവരും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവുന്നു. നമ്മളീ പറയണതൊക്കെ ഇപ്പൊ ഈ പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്. ലൈവ് ശ്രദ്ധിക്കുന്നവര്. നമ്മുടെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ശരിയാവണത് വരെ സാരില്ല. അതാണ് അതിന്റെ സ്വഭാവം. Rotate the device. Can you turn ഇപ്പം എന്താ മരണം വിളിച്ചത്? മോനേട്ടനെ വിളിച്ചതാണേ. അപ്പം ശരിയാണോ എന്ന് നോക്കി നോക്കൂ. അല്ല, ഇങ്ങനെ വരുമ്പോഴാണ്. ആണോ? മറ്റേതാണ് ശരിയായത്. ഇപ്പം ദീപമാവൻ കുറച്ചുമ്പോ വെച്ചില്ലേ? ഇങ്ങനെ വെക്കുക. അതയച്ചോ? എന്നിട്ട് നിങ്ങൾ തിരിച്ചു വെക്കേ. അങ്ങനെ വയ്ക്കാൻ പറ്റും. കുട്ടാ, ഇവിടെ അവിടെ നീ കുറച്ചുകൂടെ ഫിക്സ് ചെയ്തോ. അവിടെ ഫിക്സ് ചെയ്തു. ശരിയായി ചോദിച്ചു. കൊടുക്കും.
ടാഗ് ചെയ്തിട്ടില്ലല്ലോ, അതാണ്. ഒന്ന് ഷെയർ ചെയ്യാം, ആ ലൈവ് ഒന്ന് ഷെയർ ചെയ്യാം. കാണാനില്ല. എന്നാൽ തയ്യോ ബാക്കി ആദ്യം വെച്ചത് കറക്റ്റ് കറക്റ്റ്. എൻ്റെ ഫോൺ എടുത്താൽ മതി, ഒക്കെ ശരി. ഞാൻ പറയാട്ടോ, ഒരു മിനിറ്റ്. ചെയ്തോളാം. ഇപ്പൊ കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ശരി, അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അച്ഛനല്ലേ കുറച്ചും കൂടെ ആ ഫോൺ നോക്കി നോക്കും. ഇപ്പൊ കറക്റ്റ് അല്ലേ ചോദിച്ചു നോക്കിയത്. റെഡി അല്ലേ? തുടങ്ങല്ലേ? ഓക്കെ, തുടങ്ങാച്ച. നമസ്കാരം. ഒരു തലമുറയിലെ ഒരു പ്രധാന കഥകളി ഗായകനെ കുറിച്ച് ചില ഓർമ്മകൾ അയവിറക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. സാക്ഷാൽ തിരൂർ നമ്പീശൻ ഭാഗവതൻ. കലാമണ്ഡലം നാരായണൻ നമ്പീശൻ എന്നറിയപ്പെടേണ്ട ആള് സ്വയം അല്ലെങ്കിൽ മറ്റ് പ്രേരണകളാൽ തിരൂർ നമ്പീശനായി മാറി. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് സദനത്തിലെ വിദ്യാർത്ഥിയായി ഞാൻ ജീവിക്കുമ്പോൾ ആണ്. നമുക്കറിയാം, 4 പേര് ഒരേ സമയത്ത് കലാമണ്ഡലത്തിൽ നിന്ന് കഥകളിപ്പാട്ട് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങണം. എൻ്റെ അറിവ് ശരിയാണെന്ന് വെച്ചാൽ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തിരൂർ നമ്പീശൻ നാരായണ നമ്പീശൻ, ശങ്കരൻ എമ്പ്രാന്തിരി, ഹൈദരാലി, ഇവരിൽ സദനത്തിൽ വന്നത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും തിരൂർ നമ്പീശൻ ഭാഗവതരാണ്. ഇവര് ഒരേ സമയത്ത് കളരിയിൽ ഒരേപോലെ പാടിയും കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഒരാള് ഇന്ന് പൊന്നാനി പാടിയാൽ മറ്റേ ആള് പിറ്റേ ദിവസം പൊന്നാനി പാടും. അരങ്ങത്തും കളരിയിലും ഈ ശീലം പാലിച്ചിരുന്നു, തുല്യര എന്നർത്ഥത്തിൽ. അങ്ങനെയുള്ള തിരൂർ നമ്പീശൻ ഭാഗവതര് കുറച്ചു കാലം അവിടെ ഉണ്ടായി. പിന്നൊന്ന് വിട്ടു, വീണ്ടും സദനത്തിന് വന്നു. അപ്പോഴും ഞാനവിടെ വിദ്യാർത്ഥിയാണ്, സീനിയർ വിദ്യാർത്ഥിയായി എന്ന് മാത്രം. ആ കാലത്ത് കുമാരൻ നാരായണാശാനാണ് കളരിയിലെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ പല നിഷ്കർഷകളും പാലിക്കുക പലർക്കും ബുദ്ധിമുട്ടാണ്. എങ്കിലും ചെറുപ്പക്കാരായ ഇവർ 2 പേരും അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഒപ്പം ഉണ്ടായിരുന്നു. ഒറ്റ ഉദാഹരണം പറയട്ടെ. തോടയം ചെയ്യുമ്പോൾ മുഖജാളം പാടുക. മുഖജാളം പാടല് ഏത് കാലുമ്പെന്നാണ് വട്ടം തട്ടേണ്ടത് വേഷക്കാരൻ്റെ എന്നൊരു സംശയം വരും പലർക്കും. അക്കാര്യത്തിൽ കുമാരനാശാന് കൃത്യമായ നിർദ്ദേശം കൊടുക്കാണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അത് അവർക്ക് അറിയില്ല എന്നല്ല, കുമാരനാശാന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് വട്ടം തട്ടാൻ ഇവർ 2 പേരും ശ്രദ്ധിച്ചിരുന്നു. മറ്റൊന്നുള്ളത് പുറപ്പാടാണ്. പുറപ്പാടിൽ 1, 2, 3, 4 നോക്കുകൾ. പലപ്പോഴും 3-ാം നോക്ക് ഉപേക്ഷിക്കുന്ന ഒരു ശീലം നടപ്പിലാണ്. അതിനെന്താണ് കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. സമയമില്ല എന്നാണ് പലരും പറയാറുള്ളത്. ആ സമയമില്ലായുടെ ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്ത്
വളരെയധികം ഉണ്ട്. പഴയ കാലത്ത് അത്ര തന്നെ ഇല്ല. ഞാൻ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പുറപ്പാടെടുത്തിരുന്ന കാലം. പക്ഷേ കുമാരനാശനും നിർബന്ധം ഉണ്ടായിരുന്നു, 2ാം നോക്ക് ഒഴിവാക്കിയാലും 3ാം നോക്ക് ചെയ്യണം. അതിന് കാര്യങ്ങളും കാരണങ്ങളും അദ്ദേഹത്തിന് പറയാറുണ്ട്. ഏറ്റവും പ്രധാനം, 3ാം നോക്ക് ചെയ്യുമ്പോഴേ 4ാം നോക്കിലേക്കുള്ള കാലപ്രമാണം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ 2ാം നോക്കുന്ന പെട്ടെന്ന് ചാടിക്കടക്കുന്ന പോലെയാണ് ആവുക. അതുകൊണ്ട് 3ാം നോക്ക് ചെയ്യണം, പഠിപ്പിക്കലുണ്ട്. അത് കഴിഞ്ഞ് 3ാം നോക്ക് അരങ്ങത്തും നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, മദ്രാശി ജീവിതകാലത്ത് അതിലത്തെ 3ാം നോക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാവുന്ന വിധത്തിലും കുമാരനാശാൻ രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ കളരികളിൽ കുറേ കുട്ടികളുടെ കളരികൾ പ്രായോഗികമാക്കേണ്ടതില്ല. 2 പേരെ ചേർന്ന് ചെയ്യുന്നു അഭിമുഖമായിട്ട്. അങ്ങനെ ഒരെണ്ണവും കഥകളിയിൽ ഇല്ല. മറ്റൊന്ന് പറയണം, സാരി നൃത്തം ചെയ്യുമ്പോൾ 2ഓ 3ഓ ആൾ ചെയ്യും, അതും അഭിമുഖമല്ല, എല്ലാവരും കളിക്കുന്നു. ഇത് ഒരാൾക്ക് അഭിമുഖമായി മറ്റാൾ ചെയ്യുന്നു, അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടത് കാല് വലത് കാല് ഒക്കെ മാറി മാറി വരും. എല്ലാവരും പരിചയമുള്ള കാര്യമാണ് ഞാൻ പറയണത്, എങ്കിലും എൻ്റെ ഭാഷയിൽ പറയുന്നത് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കഥയും കൂടി പറയാറുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ സംഭവം തന്നെയാണ്. സദനത്തിൽ ഒരു കാലത്ത് 2 പേർ ചേർന്ന് ചെയ്യുന്ന ഉത്ഭവം ഉണ്ടായി. കുമാരനാശാന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? കളരിയിൽ ചെയ്യുന്ന അതേ സമ്പ്രദായത്തിൽ 2 പേര് ചേർന്ന് കൃത്യമായി അരങ്ങത്തും ചെയ്യാൻ കഴിയും എന്നായിരുന്നു. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളിക്ക് അവിടെ തന്നെ പട്ടിക്കാൻ ചെയ്യുന്നതാണ് ഓർമ്മ. 2 ഉത്ഭവം, അതായത് അരങ്ങത്ത് 2 കത്തിവേഷം ഉത്ഭവം, അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റൊരു ദിവസം ഈ മുഖപുസ്തകത്തിൻ്റെ ഈ വിഷയം സംസാരിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അങ്ങനെയും ഇരട്ട വേണമെന്ന അർത്ഥത്തിൽ ഇപ്പം ഞാൻ കുട്ടികൾ ചെയ്യുന്നത് 3ാം നോക്ക് എങ്ങനെ പ്രായോഗികമാവുന്നു എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. കുട്ടികൾ നിൽക്കുക ആ എണ്ണത്തിൽ ഉത്തമ ബുദ്ധിമാൻ സാഹിത്യം. ഇവിടെ ഇപ്പോൾ മന്ത്രവും ചെണ്ടയൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരാൾ പാടുന്നുണ്ട്, ശ്രീദേവൻ. കളിക്കുന്നത് അനന്യ, ഹരി. ഇത് 2 ചെയ്യുന്നു. നോക്കാം. ഞാൻ പറയാണ്, ഏറെ പരിചയം അരങ്ങേറ്റം പോലും കഴിയാത്ത കുട്ടികളാണ്. മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അവർ പഠിക്കുന്നു എന്ന് മാത്രം. ശരി.
വാരിജലോചന ഈ കിടക്കാനുള്ള കാലപ്രമാണത്തിൽ എത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മൂന്നാം നോക്ക് നിർബന്ധമായിട്ട് ചെയ്യുക. ഇനി മറ്റൊരു അനുഭവമാണ് പറയണത്. സദനത്തില് ഇവര് ആദ്യം പറഞ്ഞു തിരുവിതാംബി ശാശാനും മാടമ്പി സുബ്രഹ്മണ്യേട്ടനും ഉള്ള കാലത്ത് അവിടെ വന്നിരുന്ന ഒരു പ്രധാന ഭാഗവതരെ കുറിച്ച് പ്രസിദ്ധനായ പല്ലവി നരസിംഹാചാരി എന്നൊരു വ്യക്തി അവിടെ കുമാരേട്ടൻ്റെ മക്കളെ പഠിപ്പിക്കാനാണ് വന്നത്. ആ കാലത്ത് ഇവർ രണ്ടാളും അദ്ദേഹത്തിൻ്റെ കീഴിൽ പാടുണ്ടായി. കർണാടക സംഗീതം രണ്ടാളും പഠിച്ചതാവും. എങ്കിലും
അതൊന്ന് പുതുക്കണ്ടായി. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രധാനമായിട്ട് പാടിയിരുന്നത് വിരിപൂണി വർണ്ണമാണ്. കുറച്ച് രാഗം പാടും. ആ വിരിപൂണി വർണ്ണം, അടതാള വർണ്ണം. ഞാൻ കുട്ടിക്കാലത്ത് കാരണമണ്ണ വായനശാലയിൽ ഒരു പാട്ട് ക്ലാസ് ചേർന്ന് കുറച്ച് പഠിച്ചിരുന്നു. അതുകൊണ്ട് പാട്ട് പഠിച്ചു എന്ന് പറയാനില്ല, പഠിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിലൊക്കെ കൃത്യമായി മനസ്സ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ വിരിപൂണി വർണ്ണം കൊണ്ട് കേട്ട് 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 പാടാറായിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായി അത്. പ്രസിദ്ധമായ ഭൈരവി രാഗമാണല്ലോ. അപ്പോൾ ഭൈരവി രാഗം കഥകളിൽ ധാരാളമായിട്ടുണ്ട്. പുറപ്പാടിൽ രാമപാലയം മുതൽക്ക് തന്നെ. അങ്ങനെ പല്ലവി നരസിംഹാചാര്യയുടെ കീഴിൽ നിലത്ത് പായിട്ടിരുന്ന് ഇവർ രണ്ടാളും പായത്. അന്നൊരു തമ്പൂര് കൂടി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആരുടെ എനിക്കറിയില്ല, കഥകളി കളരിയിലും അരങ്ങത്തും ഉപയോഗിച്ച് ശീലമില്ലാത്ത തമ്പൂര് മീട്ടിട്ടാണ് അവർ പാടിയിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഇതൊക്കെ ഓർമ്മയാണ്, കൃത്യമായ രേഖയൊന്നുമില്ല. മാടമ്പി ഏട്ടനോട് ചോദിച്ചാൽ പക്ഷേ കൃത്യമായി പറയാതിരിക്കാം, അതല്ല വിഷയം. ഇങ്ങനെ ഭൈരവി രാഗത്തിൽ ആ വർണ്ണം അവർ പഠിച്ചിരുന്നത് ഞാൻ കൃത്യമായിട്ട് ഒപ്പം ഇരുന്ന് ഉച്ചനേരത്തെ ക്ലാസ് നടക്കുക, മറ്റേ ക്ലാസ് പോകുന്നതിൻ്റെ മുമ്പേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം ഇനി ചെയ്യാൻ പോണത് ഒരു കുട്ടിത്തരം പദം. ഞാൻ പറഞ്ഞു കുട്ടിത്തരം പദങ്ങൾ, അത് കഴിഞ്ഞ് ഇടത്തരം പദങ്ങൾ, അത് കഴിഞ്ഞ് ആദ്യസ്ഥാന പദങ്ങളെന്ന് പറയാം. ഇതൊക്കെ ചൊല്ലിയാടുമ്പോൾ ഓരോന്നിനും പ്രത്യേകം നിഷ്കർഷകളുണ്ട്. കുട്ടിത്തരം പദങ്ങൾ ചൊല്ലുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയണത്. എങ്കിലും എൻ്റെ കാഴ്ചപ്പാടും കുമാരനാശാൻ പറയാറുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. കയ്യും കാലും നേരെ ആവല്, നേരെ ആക്കല്. നേരെ ആവലെപ്പോഴാശ്ചര്യ എങ്കിലും സ്വന്തം ശ്രദ്ധ ഉണ്ടാവുക. അദ്ദേഹം പറയണ, ഞാനിപ്പോൾ തിരുവനന്തപുരം ശാശാനെ കുറിച്ചാണ് പറയേണ്ടതെങ്കിലും കുമാരനാശാനെ കുറിച്ച് പറയാതെ അത് പൂർണ്ണാവുന്നില്ല, ക്ഷമിക്കണം. പരിതാപിക്കരുത് എന്നുള്ള പദം ചൊല്ലിയടിക്കുമ്പോൾ ആണ് ഈ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം പറയാനുള്ളത്. അതായത് ഒരു പ്രായത്തിൽ ശിരസിലിഖിതമാർക്കും ശിവശിവ നീക്കിടാമോ എന്ന് കുട്ടിക്ക് മനസ്സിലാവണ്ട, കൃത്യമായിട്ട് മുദ്ര കാണിക്കേ വേണ്ടു. രണ്ടാം ഘട്ടത്തിൽ പഠിച്ചു എന്ത്? സേവ ചെയ്യും ജനങ്ങളെ കേവലം പാലിപ്പാൻ. അതും പഠിച്ചു. മനസ്സിലായോ? മനസ്സിലാവണ്ട. പിന്നീടാണ് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു, അതിനു കാരണം എന്ത്? എനിക്കു തുല്യം ബലവീര്യമുണ്ടായിട്ട് ആരും തന്നെ ഇല്ല 3 ലോകത്തിലും. വാക്കങ്ങോട്ട് മാറി, ക്ഷമിക്കണം. ഈ പദം, ഈ വാക്ക്, ഈ വാചകം കുട്ടിത്തരം കത്തിവേഷങ്ങളുടെ തിരനോക്കിന് ശേഷമുള്ള തൻ്റെ ഇടാട്ടാണ്, അറിയാലോ. അപ്പോൾ ആ പ്രായമാവുമ്പോഴേക്കും മനോഭാവവും അതിന് പാകായി. എനിക്കു തുല്യം ബലവീര്യമുണ്ടായിട്ട് ആരും തന്നെ ഇല്ല എന്ന് പറയാൻ നോക്കണം. മനസ്സും വളർന്നു, ശരീരവും വളർന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞു, അഭ്യാസം കഴിഞ്ഞു എന്ന് പറയില്ല, നിർത്തി. ഒരു ഇന്നത്തെ കാലത്ത് 8 കൊല്ലം കോഴ്സ്, 10 കൊല്ലം കോഴ്സ് ഒക്കെയാണല്ലോ. ഞാൻ പഠിക്കുമ്പോൾ 8 കൊല്ലത്തെ കോഴ്സായിരുന്നു എനിക്ക് മുമ്പ് വരെ. പിന്നീടൊക്കെ 6 കൊല്ലം കോഴ്സായി. ഇപ്പോൾ കലാമണ്ഡലത്ത് അങ്ങനെയാണല്ലോ. ആ കാലം ആവുമ്പോഴേക്കും അവനവനെ കുറിച്ച് ലേശം അഹങ്കാരം തോന്നും. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ വഴിയില്ല. കഥകളിക്കാരൻ എപ്പോഴെങ്കിലും ഒരു അരങ്ങുണ്ടാവും, വേഷം കിട്ടും, സമ്പാദ്യമില്ല. ആ കാലത്ത് മനസ്സിലാവുക എന്ത്? ആദ്യം പഠിച്ചത് അല്ലെങ്കിൽ രണ്ടാമത് പഠിച്ചത് എന്ത്? സേവ ചെയ്യും ജനങ്ങളെ കേവലം പാലിപ്പാൻ. അതായത് നമുക്ക് കുറച്ചു പേര് സേവിക്കാനുണ്ടാവണം. തെറ്റിദ്ധരിക്കരുത്, സേവിക്കാൻ പറഞ്ഞ അർത്ഥത്തിൽ നമുക്ക് കുറച്ചുപേരെ കുറച്ചുപേരുടെ സഹായം കിട്ടണം. അങ്ങനെ സഹായത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലരെയും ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രിത ഭാവം ഉണ്ടാകും. അതുകൊണ്ടും രക്ഷയില്ല. പിന്നെയാണ് തോന്നുക, ആദ്യം പഠിച്ചവരുണ്ട്, ഹരിഹര വിധിനുത അമരപൂജിത ഹേ വാമനരൂപ ഏകദന്ത പ്രാർത്ഥന.
തോടയത്തിലെ സാഹിത്യമാണ്. അത് പ്രാർത്ഥനയായിട്ടൊന്നും മനസ്സ് കടക്കാറില്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് പ്രാർത്ഥനയായി മാറും. അതും ശരിയാവുന്നില്ല. അങ്ങനെ കാലം കഴിയുമ്പോഴാണ് ഇതൊക്കെ പഠിച്ച് തിരിച്ചു എന്താ ശിരസി ലിഖിതമാർക്കും ശിവശിവി നീക്കിടാമോ എന്നുള്ള കല്യാണ സൗന്ധ്യം ശ്രീകൃഷ്ണന്റെ ഉദ്ബോധനം ധർമ്മപുത്രരോട്. പാണ്ഡവന്മാരെ വനവാസം ഞാൻ കഥയൊക്കെ കിടക്കുന്നില്ല. ആ വനവാസ കാലത്ത് 2 പ്രാവശ്യം ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒന്ന് കൃമീരവധത്തിൽ വനവാസം തുടങ്ങിയ കാലത്ത്. അവിടെ ധർമ്മപുത്രർ പരാധീനത പറയുമ്പോൾ നിങ്ങളെ കണ്ടൊരു നാണമില്ലയോ ഭഗവാൻ ജനാർദ്ദന എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ക്ഷോഭിക്കുക ചെയ്തത്. സുദർശനം പ്രത്യക്ഷമായി സുദർശനത്തിനെ കൊണ്ട് കൗരവന്മാരേക്ക് നശിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ ഹരിത ഭഗവാനെ അവർ ഞങ്ങളെ ബന്ധുക്കളാണല്ലോ സഹോദരന്മാരാണല്ലോ പറഞ്ഞ് ധർമ്മപുത്രനെ അത് മടക്കി. അതാണല്ലോ കഥ. അങ്ങനെ പാണ്ഡവന്മാരുടെ മനസ്സിൽ പക്വത വന്നു. ആ സമയത്താണ് ഒരു ഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ വീണ്ടും ധർമ്മപുത്രരെ വനവാസകാലത്ത് പാണ്ഡവന്മാരെ കാണുന്നത്. അപ്പോഴും ധർമ്മപുത്ര ഏതാണ്ടൊക്കെ തന്നെ പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണല്ലോ ഭഗവാനെ. അത്ര പണ്ട് കൃമീരഹത്തിൽ പറഞ്ഞ കാര്യമുള്ള അവലാതിയില്ല എന്ന് മാത്രം. അത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ മറുപടി പറയണതാണ് പരിതാപിക്കരുതേ പാണ്ഡവന്മാരെ പരിതാപിക്കരുതേ. അതിലത്തൊരു പ്രധാന വരിയാണ് ശിരസി ലിഖിതമാർക്കും ശിവശിവ നീക്കിടാമോ. ആ ഭാഗം ഒന്ന് ചെയ്തു നോക്കാം. ഒരു കുട്ടിത്തരം പദം എങ്ങനെ എന്നുള്ള മാതൃക കാണിക്കാൻ ഞാൻ പറഞ്ഞു. കയ്യും കാലും നേരെയാക്കുക എന്നുള്ള കാര്യം. നേരെയാക്കുക എന്ന് പറഞ്ഞാൽ നിഷ്കർഷിക്കുക. ഇവിടെ ഉള്ളത് നിഷ്കർഷിച്ച് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത കുട്ടികളേ ഉള്ളൂ. കാരണം അവർ പല കാര്യത്തിൽ വ്യാപൃതരാണ്. അങ്ങനെയുള്ള കുട്ടികളിൽ ഒരാൾ ദേവൻ ആ പദം ചെയ്യുന്നു പരിതാപിക്കരുത്. ഞാൻ ഒരു മോഹത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നു. ശ്ലോകം തൽക്കാലം ചെയ്യുന്നില്ല, പദം നമുക്ക് ചെയ്യാം. പരിതാപിക്കരുതേ പാണ്ഡവന്മാരെ. പാണ്ഡവൻ പാണ്ഡവൻ മാരെ പരിതാപിക്കരു ഇവിടെപ്പോ പല്ലവി കഴിഞ്ഞാൽ വിസ്തരിച്ച് വേണ്ടത് വട്ടമിച്ചലാശാണ്. ചെയ്യാറൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സാഹചര്യത്തിൽ ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വരുമല്ലോ. ഇനി നേരത്തെ പറഞ്ഞ ശിരസി ലിഖിതമാർക്കും ശിവശിവ നീക്കിടാമോ എന്നുള്ള ഭാഗം. അതിൽ ഇരട്ടി 3 കാലം ഉള്ള ഇരട്ടി പല പദങ്ങളിലുണ്ടാവും. അത്തരത്തിൽ കുശലവന്മാരുടെ പദത്തിൽ അഗ്രജാവീര ആ പദത്തിലും ആ ചരണത്തിലും അടുത്ത ചരണത്തിലും ഇരട്ടി 3 കാലം ആയിട്ട് ചെയ്യണം എന്ന് കുമാരനാശാൻ നിർബന്ധിച്ചിരുന്നു. ഞാൻ വീണ്ടും പറയാണ്, പറഞ്ഞ് തിരുവനന്തപുരം വിശ്വനാശാനെ കുറിച്ച് പറയണോ അതോ ആശാനെ കുറിച്ച് പറയണോ? രണ്ടും എനിക്ക് ഒരുപോലെ എന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഈ ഇരട്ടി ഇതൊക്കെ തിരുവനന്തപുരം വിശ്വനാശാൻ ഭാഗവതര് പിന്നിലിരുന്ന് പാടിയും കൊണ്ട് ചെയ്ത ഓർമ്മയ്ക്കാണ് ആവർത്തിക്കണം. പരമേശൻ ഭിക്ഷയേറ്റു പാരിൽ നടന്നു കഴിയും. പരമേശൻ
ഭിക്ഷ ഏറ്റു പരമേശൻ ഭിക്ഷ ഏറ്റു പാരി നടന്നീലയോ പാരി നടന്നീലയോ പുരുതൻ ശാപം കൊണ്ടു പുരുതൻ ശാപം കൊണ്ടു പാരം ഇല്ലയോ പാരം ഇല്ലയോ വീര മൗലി രാഘവൻ വീര മൗലി രാഘവൻ വിപിന മരമീശി ഇല്ലയോ വിപിന വസിച്ചി ഇല്ലയോ ശിരസി ലിഖിത ആർത്തി ശിരസി ലിഖിത ആർത്തി ശിവ ശിവ നീക്കിടാമോ ശിവ ശിവ നീക്കിടാമോ പരിദാരിക്കരു അരുതേ അരുതേ പാണ്ഡവൻ മാരേ പരിദാരിക്കരു അരുതേ ഒരു പദം മാതൃക മാത്രം.
ഇവിടെ തന്നെ പഠിക്കാൻ വന്നൊരു കുട്ടി വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അല്ല അത്രയും പറയായിട്ടുള്ളൂ. വിദ്യാഭ്യാസം ആ പ്രായത്തിനനുസരിച്ച് വിദ്യാഭ്യാസമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ കഥകൾ കുറേ പഠിക്കാണ്ടല്ലേ? അതുപോലോ അങ്ങനെ നോക്കിട്ടു. സംഗതി ഉണ്ടായത് അവൻ പഠിപ്പ് നിർത്തി. അപ്പോൾ കുറേ പഠിക്കാനുണ്ട് എന്നുള്ളത് അവൻ മനസ്സിലായി എന്നുള്ളതെങ്കിലും നല്ല കാര്യം. ഇപ്പം പറയേണ്ടതല്ലേ, ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കണം. സാധിക്കുമോ ആവാം, എനിക്ക് പറ്റുമോ നോക്കാം എന്ന് മാത്രം. ഇങ്ങനെ കുറച്ചല്ല കുറേ പഠിക്കാനുണ്ട്. പഠിക്കാനൊരു ആശാൻ പറഞ്ഞൊരു ഉത്തരേ, ഒരു പുരുഷജന്മം കൊണ്ട്, ഒരു മനുഷ്യായുസ് കൊണ്ട് സാധിക്കുന്നതല്ല കഥകളിലെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ. അതിപ്പോൾ ഏത് വിഷയമായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ പഠിച്ചു എന്നല്ലാതെ ഞാൻ മുഴുവൻ പഠിച്ചു എന്ന് പറയാൻ അവകാശപ്പെടാൻ ആർക്കും സാധ്യതയില്ല. അപ്പോൾ പിന്നെ മനുഷ്യജന്മം പോലും പൂർണ്ണമാക്കാൻ കഴിയാത്ത സാധാരണക്കാരൻ കുറേ പഠിച്ചു, എന്തൊക്കെയോ പഠിച്ചു, അത് കുറേ ചെയ്യുന്നു. സന്ദർഭം കിട്ടുമ്പോൾ ഏറ്റവും പ്രധാനം സന്ദർഭം കിട്ടുക എന്നുള്ളതാണ്. സന്ദർഭം കിട്ടാത്തിടത്തോളം അവനവൻ്റെ കയ്യിൽ ഉള്ള കോപ്പ് ദുരുപയോഗപ്പെടുന്നു, അല്ല ദ്രവിച്ചു പോകുന്നു. നമുക്കറിയാം, ഇരുമ്പും തൊഴിലും ഇരിക്കെ കേടും. ഇത്തരത്തിൽ നിരന്തരമായി അഭ്യാസം ഉണ്ടാവുക, അത് തുടർന്നുള്ള കാലത്ത് അത് നിരന്തരമായി ചെയ്യാൻ, പ്രവർത്തിക്കാൻ അരങ്ങത്തും കളരിയിലും അവസരം കിട്ടുക. അങ്ങനത്തോടെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതിലൊരു പ്രധാന വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരൂർ നമ്പീശൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ജ്യോതിയെക്കുറിച്ച് പറഞ്ഞു. അരുൾപ്പിലും ജ്യോതി കൊല്ലംകോട്ടുകാരനാണ്. അച്ഛൻ ഒരു വിശ്വനാഥൻ ഒരു വ്യക്തി. ഞാൻ കാണുമ്പോൾ ഷർട്ടിടാത്ത വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ മകൻ, 3 ആൺമക്കൾ, മറ്റെനിക്കറിയില്ല എത്ര ഉണ്ട്. അതിലെ മൂത്ത ആളാണ് ജ്യോതി. ജ്യോതിയെ കഥകളിപ്പാട്ട് പഠിപ്പിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ നിശ്ചയമില്ല. നല്ലൊരു പാട്ടുകാരനാണ്, ശബ്ദം നന്ന, താളമുണ്ട്. അങ്ങനെ സദനത്തിൽ വരികയാണ്. ആ ജ്യോതി അരങ്ങേറ്റം നിശ്ചയിച്ചപ്പോൾ അധ്യാപകന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ തിരൂർ നമ്പീശൻ ഭാഗവതരും മാടമ്പി സുബ്രഹ്മണ്യനാണല്ലോ. അവരുടെ ആവശ്യപ്രകാരം, അപേക്ഷ പ്രകാരം ഒരു അരങ്ങേറ്റ കളിക്ക് സാക്ഷാൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ ഭാഗവതരെ വരുത്തി. വേണമല്ലോ, പേരക്കുട്ടിയല്ലേ. 3ാം തലമുറയുടെ വളർച്ച കണ്ട് അറിയുക, അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഓരോ കർമ്മന്മാരുടെ ചുമതലയില്ലേ. നമ്പീശൻ ഭാഗവതർ വന്നിരുന്നു. നമ്പീശൻ ഭാഗവതർ എന്ന് ഏത് കഥയ്ക്കാ പാടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും അരങ്ങത്ത് ആ കുട്ടി ജ്യോതി പൂവോളം അതിൻ്റെ ഒരു നടത്തിപ്പായിട്ടാണ് ഇറയിലുണ്ടായിരുന്നു. ദക്ഷിണ കൊടുത്ത് ജ്യോതി പാടി. ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഭാവിക്കുന്നത്, ഇത് ഈ വാത്സല്യത്തെ പ്രകടനത്തിനെ മാതിരി അതിൻ്റെ ഉദാഹരണം പോലെ കൂടെ സംഘടി പെടാൻ ആരാ? സദനത്തിൽ ആരുമില്ല, താഴെയുള്ളവരുമില്ല, മുകളിലുള്ളവരുമില്ല ജാതിക്ക്. അപ്പോൾ കലാമണ്ഡലത്തിൽ ആ ഇടയ്ക്ക് അരങ്ങേറ്റം കഴിഞ്ഞാൽ വെൺമണി ഹരിദാസനാണ് സംഘടി പാടിയത്. ആർക്ക് വേണ്ടി? ജ്യോതിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പുറപ്പാടും മേളപ്പതും ജ്യോതി പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അക്കാലത്തൊക്കെ ഒരു പദം പാടി അരങ്ങേറ്റമൊന്നും ഇല്ല. ന്യായമായിട്ട് കുറച്ച് പാടാറായാൽ തന്നെ അരങ്ങേറ്റം കഴിപ്പിക്കുള്ളൂ. അങ്ങനെ ജ്യോതിയുടെ പുറപ്പാടും മേളപ്പതും അരങ്ങേറ്റം. ആരാ പുറപ്പാടെടുത്തത് എനിക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ ചെറിയൊരു ഓർമ്മ ഉള്ളത് പരിയാൻമറ്റ വായരൻ. അവരുടെ അരങ്ങേറ്റവും അന്നായിരിക്കണം, അന്നാണ് അവരുടെ പുറപ്പാട് ജ്യോതി പാടുക.
ഞാൻ അവരൊക്കെ കുറച്ച് മൂത്ത ആളായതുകൊണ്ട് അണിയറ ഭാരവും ഒക്കെ ഒക്കെ കൂടി കഴിഞ്ഞുകൂടി. ഇത്തരത്തിൽ ജ്യോതിര അരങ്ങേറ്റത്തിന് നമ്പീശൻ ഭാഗവതർ വന്നത് കൃത്യമായി ഓർക്കുകയാണ്. അടുത്ത രംഗത്തിൽ പാടുന്നത് കാലപ്രമാണം വേണ്ടത്ര ഒന്നുകിൽ കാലം കയറിയത് പോരാന്നോ അത് കാലം താണത് പോരാന്നോ എന്തോ നമ്പീശൻ ഭാഗവർക്ക് തോന്നുകയാണ്. അദ്ദേഹം ഭാഗവതന്മാരുടെ പിൻഭാഗത്തിട്ട ഡെസ്കുമ്പിൽ അമർത്ത് കൊട്ടിയിട്ട് കൈകൊണ്ട് അടിച്ച് ആ കാലപ്രമാണം നിയന്ത്രിച്ചൊരു ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ ശരിയായിക്കൊള്ളുന്നില്ല, ഇതൊക്കെ ചെറിയ ഓർമ്മകളാണ്, ആ പ്രായമാണല്ലോ. ഇങ്ങനെ ജ്യോതിര അരങ്ങേറ്റം. നമുക്കറിയാം ജ്യോതിര നമ്മുടെ കൂടെ ഇല്ല, വെൺമണിയില്ല, ന്യായമായിട്ടും നമ്പീശൻ ഭാഗവതരും ഇല്ല. അതുപോലെയല്ലോ ഇവരുണ്ടാകും. കുറേ കാലം കൂടി പാടേണ്ടവരായിരുന്നു, പക്ഷേ അവരില്ലാണ്ട്. ജ്യോതിയെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം പറയണ്ടേ. ഞാൻ പറയുന്നത് വെച്ചിട്ട് ജ്യോതി പാടാൻ തുടങ്ങിയപ്പോഴാണ് കളരിയിൽ കഥകളിപ്പാട്ട് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കളരിയിൽ മാത്രമല്ല, വൈകുന്നേരത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ കഥകളി പാട്ട് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സമ്പ്രദായം ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അതുവരെ പാടുന്നവരൊക്കെ എന്നേക്കാൾ കുറേ പ്രായമുള്ളവർ, ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അത്തരത്തിൽ ജ്യോതിയുടെ പാട്ട് കേട്ടാണ് ഞാൻ ഒരു കഥകളിപ്പാട്ടിൻ്റെ ആവശ്യം, കഥകളിപ്പാട്ടിൻ്റെ സമ്പ്രദായം മനസ്സിലാക്കണം. ഇത്തരത്തിൽ ജ്യോതി പലതരത്തിലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് പറയാൻ. അങ്ങനെ പറയണത് ഇവരുടെ ശിഷ്യൻ ആയ ജ്യോതി. ഇങ്ങനെ കാലത്ത് സദനത്തിലെ ജീവിതകാലത്ത് തിരുനമ്പീശൻ ഭാഗവതർ അവിടുന്ന് വിട്ടുപോയി. കാരണം എനിക്കറിയില്ല. മാടമ്പിയേട്ടന് കലാമത്ത് ജോലി കിട്ടി, ഇദ്ദേഹത്തിന് മറ്റൊരു എവിടെയും ജോലി കിട്ടിയിട്ടാണോ അറിയില്ല, വിട്ടുപോയി. പിന്നെ ഇങ്ങനെ ചുരുക്കത്തിൽ ക്ലാസ് നടക്കിയിരുന്നു. ജ്യോതിക്കും ജോലി കിട്ടി, കൊല്ലങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അന്നത്തെ തുടർന്നുള്ള വിദ്യാർത്ഥികൾ 2 പേരുണ്ടായിരുന്നു, രാജഗോപാലൻ, രാധാകൃഷ്ണൻ. അവർ ഡൽഹിക്കും പോയി. മൊത്തത്തിൽ കഥകളിപ്പാട്ടിൻ്റെ ഒരു ഭാഗം മൊത്തം ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതാവുമ്പോൾ അത് പറയാൻ പാടില്ല, എങ്കിലും അങ്ങനെ സംഭവം ഉണ്ടായത്. ജ്യോതി പോയി, രാജഗോപാലൻ പോയി, രാധാകൃഷ്ണൻ പോയി. മറ്റ് വ്യാപാരങ്ങളിൽ, മറ്റ് സ്ഥാപനങ്ങളിലെ അവർ. ഇത്തരത്തിൽ ആ കാലം കഴിഞ്ഞു. വീണ്ടും നമ്പീശൻ ഭാഗവതർ സദനത്തിൽ വന്നു. എപ്പോഴാണ് എനിക്ക് ചരിത്രം പറയാൻ കൊല്ലം ഓർമ്മിക്കാൻ എനിക്കൊന്നും എന്നും വശല്ല, അന്നും വശല്ല, ഇന്നും വശല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴത് തന്നെയാണ്. സംഭവങ്ങൾ പറയാമെന്നല്ലാതെ അത് കാലക്രമത്തിൽ പറയാനോ അത് ഇന്ന കൊല്ലത്തിലാണെന്ന് പറയാനോ എനിക്ക് സാധിക്കാറില്ല. സ്വാതന്ത്ര്യം കിട്ടിയത് 47-ലാണ്. ഞാൻ ജനിച്ചതും 47-ലാണ്. അത്ര പറയാം. അപ്പോൾ ഞങ്ങളുടെ വിഷയമല്ല. അപ്പോൾ രണ്ടാമത് തിരുനമ്പീശൻ ഭാഗവതർ വന്ന കാലത്ത് സദനം ബാലകൃഷ്ണൻ അവിടുത്തെ പ്രധാന അധ്യാപകനാണ്. കുമാരനാശൻ വിട്ടുനിൽക്കുന്ന കാലത്താണ്. ഈ കാലത്തും സംഗതിവശാൽ അദ്ദേഹം എന്താണ് പറയേണ്ടത്, ധാരാളം ഞങ്ങൾക്ക് വേണ്ടി പാടിയിരുന്നു. എൻ്റെ ഓർമ്മ ഒരു പ്രധാന സംഭവമാണ്. പിന്നീട് ഒരിക്കൽ സദനത്തുനിന്നും വിട്ട ശേഷം അദ്ദേഹം ഡൽഹിയിൽ ഇൻ്റർനാഷണൽ കഥകൾ സെൻറ്ററിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ എളുപ്പം. കാരണം അവിടെയും വിദ്യാലയം എന്ന് പറയാനുള്ള അന്തരീക്ഷമല്ല. ആ കാലത്ത് ആണ് എനിക്ക് സ്കോളർഷിപ്പിൻ്റെ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ അഭിമുഖത്തിന് ഡൽഹി പോകേണ്ട ആവശ്യം വരുന്നത്. വണ്ടി കയറി, ഒറ്റപ്പാലത്ത് വണ്ടി കയറി ഡൽഹി വരെ വണ്ടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ എത്തി, ഒറ്റയ്ക്ക് തന്നെ. അവിടെ ചെന്നപ്പോൾ എന്നെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് തിരുനമ്പീശൻ ഭാഗവതരാണ്. അവിടെ ഈ കഥകളി സെൻറ്ററിൻ്റെ ഇപ്പം നമുക്ക് പരിചയമുള്ള കെട്ടിടമൊന്നും ആയിട്ടില്ല. ഒരു വാടക സ്ഥലത്താണ് സ്ഥലം. താമസിക്കുക എവിടെയോ, കഥകളി സെൻറ്റർ പ്രവർത്തിക്കുന്നത് വാടക സ്ഥലത്താണ്. താമസം എവിടെയോ എനിക്കറിയില്ല. ഏതായാലും ഞാൻ അവിടെയൊക്കെ പെരുമാറി പിറ്റേ ദിവസം ഈ സ്കോളർഷിപ്പിൻ്റെ അഭിമുഖത്തിന് പോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുനമ്പീശൻ ഭാഗവതരനെയാണ്
എനിക്ക് വേണ്ടി പാടാൻ വന്നത്. കാരണം അവിടെ ആ പരിസരത്തുള്ള പാട്ടുകാരും കൊട്ടുകാരൊക്കെ കഥകളി സെൻറ്ററിലേ ഉള്ളൂ. അവരെ തന്നെ വിളിക്കും. ഞങ്ങൾ 3 പേരാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. കലാമണ്ഡലം രാമകൃഷ്ണൻ, പിന്നെ ചെങ്ങാരപ്പള്ളി അനിയൻ, പിന്നെ ഞാനും. ഇങ്ങനെ 3 പേരാണ് അന്ന് പരിശോധിക്കപ്പെട്ടത്. തിരുവനന്തപുരത്തിൻ്റെ ഡൽഹി ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നേരമ്പോക്കും പറയാനുണ്ട്. അതായത് നടന്നിരുന്ന 1-ാം ദിവസം ഹിന്ദിയിൽ ആരോ തയ്യാറാക്കിത്തറ, ആരോ എന്ന് പറയാൻ പാടില്ലാത്തതാണ്. അതിൻ്റെയൊക്കെ ആധികാരികത സൂക്ഷിച്ചിട്ടില്ല, അന്വേഷിച്ചാൽ കിട്ടും. അങ്ങനെ ഹിന്ദിയിൽ കഥകളി പദങ്ങൾ, ശ്ലോകം പിന്നെ മിക്കവാറും സംസ്കൃതം ആയതുകൊണ്ട് അത് കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല. ഏതായാലും സംസ്കൃതത്തിൽ പദങ്ങൾ കൃത്യമായി എനിക്ക് ഒരു വരി മാത്രമേ ഓർമ്മയുള്ളൂ. മറ്റേ ജാക്കെ കഹുങ്ക നൃപസേ അഭിലാഷ് എന്ന് ഇദ്ദേഹം ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ പാടാൻ പറ്റും, കളിക്കിൽ പിന്നെ വേഷക്കാർ ഭാരമില്ല. ആ മുദ്ര മനസ്സിലാവുമെങ്കിൽ ആ വാക്ക് മനസ്സിലാക്കി കാണിക്കുക. അപ്പോൾ ജാക്കെ കഹുങ്ക നൃപസേ അഭിലാഷ്, അഭിലാഷം എന്ന് പറയാൻ പറ്റുന്നു, ഹിന്ദിയുണ്ട്. എന്നിട്ട് ഇത്തരത്തിൽ മാറ്റി എഴുതി ഒരു സംഭവം ഉണ്ടായി. അത് എത്ര കാലം കഴിച്ചു എന്നും അറിയില്ല. എങ്കിലും ഈ തിരുനമ്പീശൻ ഭാഗവതര് അത് പാടിയിരുന്നത് കേട്ട നല്ല ഓർമ്മയുണ്ട്. നേരത്തെ പറഞ്ഞ ഭൈരവി, നരസിംഹാചാരി എന്ന് പറഞ്ഞാൽ തന്നെ ഇതും ഓർമ്മയുണ്ട്. പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പോഴേക്കും അവരൊക്കെ ധാരാളം പാടി ശീലിച്ച പാട്ടുകാരാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഈ പരിശോധനയ്ക്ക്, സ്കോളർഷിപ്പിൻ്റെ പരിശോധനയ്ക്ക് ഞാൻ ഹാജരാകുമ്പോൾ കഥകളി സെൻറ്ററിൽ നിന്നാണ് പിന്നണി മുഴുവൻ. അവിടെ ആരായിരുന്നു അന്നത്തെ പ്രധാന അധ്യാപകൻ എനിക്ക് ഓർമ്മയില്ല. പുന്നത്തൂർ മാധവ പണിക്കരാണ് ഏറെ കാലം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശേഷം ഈ കാലത്ത് ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ അന്ന് ചെയ്യാൻ തയ്യാറായി പോയിരുന്നത് ഉത്തരാസ്വയംവരത്തിലെ ഒരു കഷ്ണം, അതായത് എന്താ പദം, താരിൽ തെന്മൊഴി മാർമണേ എന്നുള്ള പദം. നമ്മൾ തയ്യാറായി പോയത് കളിക്കേ വേണ്ടൂ, അല്ലാതെ ഇന്ന് ചെയ്യാൻ പറ്റുമോ അത്ര പരീക്ഷ അപ്പം ഇല്ല. പിന്നീട് 2-ാമത്തെയും 3-ാമത്തെയും കൊല്ലത്തെ പരീക്ഷയാകുമ്പോഴേക്കും അതറിയോ ചോദ്യം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരിശോധന മാത്രം. എനിക്ക് വേണ്ടിയിട്ട് ആ പദം പാടിയത് തിരുനമ്പീശൻ ഭാഗവത് തന്നെ ആയിരിക്കണം, ആണ് എന്ന് പറയാൻ തോന്നുന്നു. എങ്ങനെയും ഗൗരി ആ പദം ചെയ്യുന്നു എൻ്റെ അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടി. താരി
തന്റെ ചാര തൂജൻ ചൊൽകവേ ഉത്തരൻ തന്റെ ചാര തൂജൻ ചൊൽകവേ ഉത്തരൻ തന്റെ ചാരത്തൂജെന്നു ചൊൽക നീ സാരഥ്യം ബൃഹന്നള സാരഥ്യം ബൃഹന്നള പോരും ചെയ്വതീനെന്നു 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 ചാരുസ്തനീ നീതാപഭാരതേ ത്യജീച്ചാലും 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 പാർവണ ശശിവദന കേൾക്കമേ വാലം പാഞ്ചല രാജ കന്യേ ഈ എരുട്ടിയുടെ പ്രത്യേകത ഒന്ന് പറയാൻ തോന്നുകയാണ്. അതായത് പല്ലവി പാടുന്നു, എരുട്ട് ചെയ്യുന്നു. അതിൽ
സാധാരണ ഏത് പദമായാലും ഇരട്ടി ആവർത്തനമില്ലാതെ പാടുക, ആ സമയം കൊണ്ട് മുദ്ര കാണിച്ച് തീർക്കുക എന്നൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ പാർവണ ശശിവദനെ എന്ന് പാടാൻ തുടങ്ങുമ്പോൾ തന്നെ മുദ്ര കാണിക്കുക, എന്നിട്ട് ആ ഒരു താളവട്ടം കൊണ്ട് അത് അവസാനിപ്പിക്കുക. അതാണ് പദ്ധതി. പക്ഷേ ഇടകാലത്ത് നമ്മൾ കാണുന്നു പല പദങ്ങളിലും, ഉദാഹരണം എളുപ്പത്തിൽ പറയാൻ തോന്നുന്നത് ഈ സന്താനോപാൽ, നാഥാഭവൽ ശരണ, അതിൻ്റെ അവസാനത്തെ ഇരട്ടിക്ക് പാടുന്നത് വന്ദേ ഭവൽ പാദാരവിന്ദേ സതതം സുരവൃന്ദേശ ഗിരീശാദി വന്ധ്യ. ഈ വരി, ഈ സാഹിത്യം ആവർത്തിച്ച് പാടാതെ അതാത് സമയം കൊണ്ട് അതാത് മുദ്ര കാണിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതാണ് കാലണത്. എന്തുകൊണ്ട് അതില്ലാതെയായി പറയാൻ പറ്റില്ല. പാട്ടുകാർക്കും വേഷക്കാർക്കും ആവശ്യം വിസ്തരിച്ച് പാടാം, വിസ്തരിച്ച് മുദ്ര കാണിക്കാം. പലതും അങ്ങനെ വിസ്തരിക്കാതെ ഒതുക്കി ചെയ്യണം എന്നുള്ള പദ്ധതി മറന്നുപോയോ, അത് വിട്ടുകളഞ്ഞോ, ഞാൻ ആ വിഷയത്തിൽ ഒരു വാദത്തിന് നിൽക്കുന്നില്ല. ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും സൂക്ഷിക്കാൻ പറ്റിയ സാധനമാണ് എന്ന് മാത്രം പറയാനാണ് സന്ദർഭം ഉപയോഗിച്ചത്. പലതും പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയോ നിശ്ചയില്ല. പ്രധാനമായിട്ട് ഒരു പക്ഷെ വിട്ടുപോയത് ചൊല്ലിയാടിയിരുന്ന കുറേ ആൾക്കാരുടെ കുട്ടികളുടെ പേര് പറഞ്ഞു, പാടിയ ആളുടെ പേര് പറഞ്ഞില്ലേ. പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ആവർത്തിക്കണം. കാരണം ചൊല്ലിയാടിയത് അനന്യ, പിന്നെ ദേവൻ, ഹരി, ഗൗരി, ഇവരാണ് ചൊല്ലിയാടിയത്. പാടിയത് ശ്രീദേവൻ. മുമ്പിരിക്കോ ഇങ്ങനെ ഇവരാണ് ചൊല്ലിയാടിയതും ശ്രീദേവനാണ് പാടിയതും. മനഃപൂർവ്വം മേളം ഉപേക്ഷിച്ചതാണ്. മേളം ചെയ്യുമ്പോൾ നിർത്താൻ പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. പാട്ടിൻ്റെ കാര്യത്തും അങ്ങനെയാണ്. വീണ്ടും കുമാരനാശൻ്റെ പേരിന് പറയട്ടെ, ചൊല്ലിയാടാറായിട്ട് കടയില്ല. ചൊല്ലിയാട്ടം തുടങ്ങിയാൽ ഭാഗവതരും മേളക്കാരും വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് തടസ്സം വരരുത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു അഭ്യാസ സ്ഥലമൊന്നും അല്ല. കുട്ടികളുടെ മോഹത്തിന്, രക്ഷിതാക്കന്മാരുടെ മോഹത്തിന് കുറേ പഠിപ്പിക്കുന്നു. ഒക്കെ വേണ്ടപ്പെട്ട കുട്ടികൾ തന്നെ. ഈ കൂടെ വിനായകനുണ്ട്. വിനായകനെ ഒഴിവാക്കിയതല്ല, ഈ കുറച്ചും കൂടി വൈകി അഭ്യാസം തുടങ്ങിയ ആളെ നിലയ്ക്ക് ഇന്ന് ഒന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. വിനായകനും ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റും അല്ലേ? പിന്നെ ഈ തൽക്കാലം കുട്ടികളെ അവിടെ ചെന്നിരിക്കട്ടെ. ഞാൻ ഇന്ന് സാധാരണ പറയാം, ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടത് എന്നൊക്കെ പറയേണ്ടത്. അവിടേക്ക് കിടക്കാതെ ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടത് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ കുറേ കാലപ്പഴക്കമുള്ള സംഭവം തന്നെയാണ്. കാർലോണ്ണയും വാഴയങ്കടിയൊക്കെ അണിയറയിലും അരങ്ങത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. എങ്ങനെയാ? ഞാനവിടെ പോകാനല്ലേ, കളി പ്രാന്തമുണ്ട്. കളി കാണാൻ മോഹിച്ചിട്ട് ഞങ്ങൾ കുറേ പേരെ ഇല്ലെത്തുന്നും അയലക്കാരെ വീട്ടിൽ കാർലോണ്ണയ്ക്കും വാഴയങ്കടയ്ക്കും വെള്ളിനായി കളി കാണാൻ പോകും. കൃത്യമായി ഇദ്ദേഹത്തിനെ എനിക്ക് ഓർമ്മിക്കുന്നു. കാരണം എന്താ? ആ രൂപം തന്നെ, ഐശ്വര്യമുള്ള രൂപം. പിന്നെ വൃത്തിയായിട്ട് താളം പിടിക്കണേ. സാധാരണ ചേങ്ങലം കയ്യിലുള്ള ഭാഗവതരെ ഇദ്ദേഹത്തിനെ ആ കാലത്ത് കണ്ടിരുന്നത് വൃത്തിയായിട്ട് ഇലത്താളം പിടിക്കുന്ന, സർവസമ്മതനായിട്ട് ഇലത്താളം പിടിക്കുന്ന. പറയാറുണ്ട്, കൃഷ്ണകുട്ടിപ്പുഴാശാൻ പോലും അമ്മച്ചോട്ടി ഇലത്താളത്ത് പറഞ്ഞോട്ടോ മേളപ്പഴത്തിൽ
പദങ്ങൾ കഴിഞ്ഞാൽ നവഭാവൻ തുടങ്ങിയിട്ട് എന്താ അവസാന ചരണം ചലമലയും കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത ചരണം കഴിഞ്ഞാൽ പിന്നെ മേളമുണ്ടോ. ആ മേള സമയത്തൊക്കെ ഇവരെ ചെറുപ്പക്കാര് ഇടത്തോടത്ത് വരണം. ഇദ്ദേഹത്തോട് പ്രത്യേകം പറയും. എന്താ കാരണം? വൃത്തിയായിട്ട് താളം പിടിക്കും. അതായത് മറച്ച് അങ്ങനൊന്നും. അതുകൊണ്ട് തന്നെ കൃഷ്ണകുട്ടിപ്പിള്ള ആശാന് വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, സദനത്തുനിന്ന് വിട്ട ശേഷം ഒറ്റപ്പാലത്ത് ഒരു കഥകളി സംഘം തുടങ്ങി. ഞങ്ങളൊക്കെ അതിൽ ഉണ്ടെന്ന് തന്നെ പറയാം. ആ സംഘത്തിൻ്റെ നിയന്ത്രണം തിരുവിതാംകൂർ ഭാഗവർക്കായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സെക്രട്ടറി പറയാം. ഇതിൽ നിയന്ത്രണം കൂടുതൽ കഴിക്കുന്ന കോപ്പ് കൊണ്ടെന്ന് അത് ഉപയോഗിച്ചിട്ട് കളി നടത്തും. കുറേ ഭാരതീയ കഥകളി സംഘം. കുമാരേട്ടനോട് തെറ്റിപ്പോയതാണ് ആ സത്യം. എങ്കിലും ഒറ്റപ്പാലത്തുകാരുടെ കുറച്ച് സഹായമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കളിക്ക് കൃഷ്ണൻപിള്ള ആശാൻ നിർബന്ധമായിട്ട് വന്നിരുന്നു. എത്രയോ പ്രായം കൊണ്ട് വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യക്തിപരമായ സമ്മതി, തൃപ്തി എന്ന് മാത്രം പറയട്ടെ. വാഴയങ്കടയും കാർലമണ്ണയും കണ്ട ആ അദ്ദേഹം മുതിർന്ന് സ്വയം കാര്യങ്ങൾ ചെയ്യാവുന്ന പ്രാപ്തിയായി. എൻ്റെ ഓർമ്മ ചെറിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ വലിയൊരു കാര്യം. ആദമനാട് എന്നൊരു ഗ്രാമം തിരൂര് പരിസരത്ത് എവിടെയോ ആണ്. അതവിടെയാണ് തിരൂർ മിഷൻ. അവിടെ ഒരു ചോറൂണ് പോയി. കഥകളിയുണ്ട്. ആരാ ചോറൂണ്? ഇപ്പോൾ നമ്മൾ ഈ സംഘടനയുടെ ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന മോഹനൻ. അപ്പം മോഹൻ എൻ്റെ പ്രായ 60 55 എത്തിയോ എനിക്കറിയില്ല. ഏതായാലും ആ പ്രായത്തിലായി. ആ കുട്ടിയുടെ, അതായത് തിരൂർ നമ്പീശൻ ഭാഗവതരുടെ മൂത്ത മകൻ്റെ ചോറൂണിന് ഞങ്ങളൊക്കെ പോയി. സ്ഥലത്തിന് അന്നത്തെ അധ്യാപകന്മാരും അന്നത്തെ വിദ്യാർത്ഥികളൊക്കെ കഥകളി ഉണ്ടായി. എന്താ കഥ ഓർമ്മയില്ല. അങ്ങനെയാണ് ആദവനാട് എന്നുള്ള പേര്, ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ കേൾക്കണ തന്നെ. ആ വീട് ഇപ്പോൾ ഉണ്ടോ, അത് ഒഴിവാക്കിയോ നിശ്ചയില്ല. പിന്നീട് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നത്, കുറച്ചു കാലം ബോംബെയിൽ ജീവിതകാലത്ത് നേരം പോക്ക് പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് കഥകളി അഭ്യസിച്ച ചെറുപ്പക്കാരെ കൊണ്ടുപോവാ ബോംബെയിലേക്ക്. അവിടെ ഒരു നർത്തകിയുടെ ആവശ്യത്തിന് അവരുടെ മറ്റു പ്രവൃത്തികളൊക്കെ, അത് വേഷക്കാരുണ്ട്, പാട്ടുകാരുണ്ട്, ചൂട്ടിക്കാരുണ്ട്, എല്ലാം വേളക്കാരുണ്ട്. അങ്ങനെ ബോംബെയിൽ ജീവിക്കുക. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും മടുത്തു പോന്നു. കാരണം കഥകളി നേരിട്ട് ചെയ്യാനുള്ള അവസരമില്ല, മറ്റെന്തൊക്കെയോ ചെയ്യണം. ആയിക്കോട്ടെ, എല്ലാവരും വിട്ടുപോകുന്നു. കൂട്ടത്തിൽ തിരുവനന്തപുരം ഭാഗവരും വിട്ടുപോകുന്നു. അങ്ങനെ ബോംബെ ജീവിതം കുറച്ച് കാലം. പിന്നെ അന്നത്തെ ഒരു നേരമ്പൊക്കെ പറയാനുണ്ട്. ആരോ പറയാണ് ലോറികളാണ് അവരുടെ സെറ്റപ്പ് മുഴുവൻ. തുറക്കാവുന്ന ലോറികൾ. ഒരു ലോറി തുറന്നാൽ അത് വന്ന് നിന്നാൽ ഈ പരിപാടി നടത്തുന്ന സ്ഥലത്തിൻ്റെ വണ്ടി നിൽക്കും. മൈതാനങ്ങളാണ്. ആ മൈതാനത്തിൽ വന്ന് നിന്നാൽ അത് അണിയറേ. മറ്റൊരു വണ്ടി വന്ന് നിന്നാൽ അത് സ്റ്റേജായി. മറ്റൊരു വണ്ടി വന്ന് നിന്നാൽ അത് ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് ആ സംഘം വരിക. ആ സംഘാടകന്മാരോട് അത് വേണം, ഇത് വേണം, നമ്മളൊക്കെ പറയാറുണ്ട്. വെളിച്ചെണ്ണ വേണം, പായ വേണം, കയറ് വേണം, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട് സംഘാടകന്മാർ. കാർലവണ്ണ അമ്പലത്തിൽ പോലും അതൊന്നും വേണ്ട, കളിക്കാനുള്ള സൗകര്യം തരിക. കാശൊക്കെ തരാറുണ്ടായിരുന്നു, അതെനിക്കറിയില്ല. കാശല്ല വിഷയം. ഇങ്ങനെ അപ്പം നേരമ്പൊക്കെ പറഞ്ഞൊരാളാണ്. 5ാമത്തെ ലോറി വന്ന് നിന്നാൽ അതിൽ നിന്ന് കുറേ കാഴ്ചക്കാരും ഇറങ്ങും. അപ്പോൾ എന്തായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് അത്ര. സദനത്തിൽ പാടിയിരുന്ന കാലത്ത് ഒരു ഓർമ്മ വിട്ടുപോയി. അതായത് വാവരുടെ രംഗം, ഡോക്ടർ എസ് കെ നായർ എഴുതിയ മണികണ്ഠചരിത നാട്ടക്കഥയിൽ വാവര് ബാലകൃഷ്ണൻ ചെയ്തിരുന്നു, ഞാനും ചെയ്തിരുന്നു. ഇപ്പോൾ
അത് കുറെ മാറ്റം വരുത്തി ഹരികുമാരൻ ചെയ്യുന്നുണ്ട്. ആ വാവര രംഗത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വാങ്കുവിളി നടത്തിയിരുന്നു. അതിപ്പോൾ അരങ്ങത്തുണ്ടായോ നിശ്ചയില്ല. ഏതായാലും കളരിയിലെ ആ ശ്ലോകത്തിൻ്റെ മുമ്പേ അല്ലെങ്കിൽ ശ്ലോകം കഴിഞ്ഞിട്ടോ അതിഗംഭീരമായിട്ട് ഒരു ആരാണ് വാങ്ങി വിളിക്കുന്നത് മനസ്സിലാവാത്ത വിധത്തിൽ വൃത്തിയായിട്ടൊരു വാങ്ങി വിളി അദ്ദേഹം ചെയ്തിരുന്നു. എത്ര പ്രാവശ്യം ചെയ്തു എനിക്കറിയില്ല, എന്നും ചെയ്തു എനിക്കറിയില്ല. ഏതായാലും അതിനും എനിക്ക് പറ്റും എന്ന് സ്ഥാപിക്കുന്ന ഒരു അനുഭവം എനിക്കല്ല, അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിനെ കാണുന്നത് സദനം രാമചന്ദ്രൻ അടക്കം ഞങ്ങൾ കുറേ പേരെ കണ്ണൂർ ജില്ല മുതൽ ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ല വരെ ഭാഗത്തൊക്കെ കഥകളിക്ക് പോയ ആൾക്കാണ്. അഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചെറുപ്പക്കാർക്ക് അരങ്ങ് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം. സദനം രാമചന്ദ്രൻ എന്ന പരേതനായ മന്ത്രക്കാരനായിരുന്നു അതിൻ്റെ മുമ്പിൽ. രാമചന്ദ്രൻ നല്ലൊരു സംഘാടകനാണ്. ആ രാമചന്ദ്രൻ്റെ അടിസ്ഥാനത്തിലുള്ള കളിയോഗത്തിൽ പേരൊന്നുമില്ല, കളിക്കുക. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് ഞങ്ങൾക്ക് ഒരു കളി തരണം എന്ന് അപേക്ഷിക്കുകയാണ്, ഒരു കളിക്കാൻ സൗകര്യം തരണം എന്ന് അപേക്ഷിക്കുകയാണ്. കിട്ടിയ കാശ് വാങ്ങി പോരുകയാണ്. അങ്ങനെ അതിഗംഭീരമായ കഥകളി, മണിക്കൂർ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗംഭീര കഥകളി. ഞങ്ങൾ കുറേ പേരുണ്ട്, ആ നാട്ടുകാരും കുറച്ച് പേരെ പങ്കെടുപ്പിച്ചിരുന്നു. ആ കളിയിലും തിരുവനന്തപുരം ഭാഗവതർ പ്രധാന ഗായകനായിരുന്നു. പിന്നെ കുറേ കാലം അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടത് ഇവിടെ പറശ്ശിനിക്കടവിലാണ്. പറശ്ശിനിക്കടവില് ആ കാലത്തൊക്കെ അഭ്യാസക്കാലത്ത് കാര്യമായൊന്നും ചെയ്യുന്നില്ലെങ്കിലും അത് കഴിഞ്ഞാൽ അരങ്ങേറ്റക്കളോടുകൂടി ഈ പാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ആ വേനൽക്കാലം മുഴുവൻ കുറേ കളി നടത്തിയിരുന്നു. എനിക്കവിടെ ധാരാളം പരിചയമില്ല, എങ്കിൽ അതാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു അവിടെ. പറശ്ശിനിക്കടവിലും തിരുവമ്പിശേട്ടൻ കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്. എത്ര കാലം എന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കൊല്ലക്കണക്ക് പറയാൻ എനിക്ക് എപ്പോഴും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പെരിങ്ങോട്ട് സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടപ്പെട്ട കാടമ്പറ്റമ്പൂരി KMS മുതൽക്ക് അവിടെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു കഥകളിക്ക് സൗകര്യം ഉണ്ടായി. ഇദ്ദേഹം അവിടെ സഹായിക്കാൻ ഒരു പാട്ട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായോ എനിക്കറിയില്ല. ഏതായാലും അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു സമ്മാനം പോലും കൊടുക്കുന്നുണ്ട് തിരുനമ്പീശൻ്റെ സ്മാരകമായിട്ട് പെരിങ്ങോട്ട്. അപ്പോൾ അത്രയും അദ്ദേഹം വേണ്ടപ്പെട്ട ഒരു ഭാവം. നമുക്കറിയാം, മകൻ മോഹന് പെരിങ്ങോട്ട് ഹൈസ്കൂളിൽ, പെരിങ്ങോട്ട് UP സ്കൂളിൽ ജോലി കിട്ടിയതും അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യം, അത് വലിയ കാര്യം. കാരണമണ്ണ് വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശില്പശാല, ഒന്നാം ശില്പശാലയിൽ സംഗതിവശാൽ ദാരികവധം കഥ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കേണ്ട ചുമതല എനിക്ക് വന്നു. അതിന് പിന്നെ കുറേ കഥയുണ്ട്, അവിടെ കിടക്കുന്നില്ല. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെയും കൂടി ശിഷ്യനായ സദൻ ജ്യോതിയാണ് സമീപിച്ചത്. ജ്യോതി, ഇങ്ങനൊരു കഥ ചൊല്ലിയാടിക്കാൻ സൗകര്യം ഉണ്ടാക്കണം, താൻ വരണം. ഓ ദിമി വരാന്ന് പറഞ്ഞു. പക്ഷേ സന്ദർഭത്തിൽ ജ്യോതിക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം എന്തോ ആവട്ടെ. ശില്പശാല തുടങ്ങി. ഇന്ന ദിവസം ഇന്നതൊക്കെ ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഈ കഥ ചൊല്ലിയാടണം. അത് പദം എഴുതി പഠിപ്പിക്കൽ മുതൽക്ക്, പഠിപ്പിക്കാനർത്ഥം തെറ്റിദ്ധരിക്കരുത്, പദം എഴുതി കൊടുത്ത് അത് പഠിച്ചിട്ട് വേണം മറ്റേ വേഷക്കാർക്കും പാട്ടുകാർക്കും പ്രവർത്തിക്കാറാവാൻ. ജ്യോതി വരില്ല എന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ട ഒരു ബേജാറ് ആ സമയത്താണ്. അന്നത്തെ ശില്പശാല രംഗങ്ങൾക്ക്, ശില്പശാലയ്ക്ക് ചുല്ലിയാട്ടമുണ്ട്, ചില ദിവസം വേഷമുണ്ട്, ചില ദിവസം വിസ്തരിച്ച കളിയുണ്ട്, ചില ദിവസം ചെറിയ കളിയാണ്. അങ്ങനെയൊക്കെ അന്നു തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ ഷെഡ്യൂൾ വളരെ കുറച്ചേ ഉള്ളൂ. 15 ദിവസം ആണ്. ഇത് ഈ ദിവസം തിരുവനന്തപുരം വന്നിരുന്നു. അപ്പോൾ അപേക്ഷിച്ചു. ഞാനും പിന്നെ ട്രസ്റ്റിൻ്റെ സംഘാടകന്മാർക്കും ഒക്കെ അപേക്ഷിച്ചു, ഇങ്ങനൊരു കഥ നേരെയാക്കാണ്ട് സഹായിക്കണം. ഓ ആവാലോ. അങ്ങനെ ദാരികവധം പാടാൻ അദ്ദേഹം തയ്യാറായി.
3 മണിക്കൂർ ഒതുക്കുക. 3 ദിവസത്തെ കഥയാണ്, അത് 3 ദിവസത്തേക്ക് ഒതുക്കുക. അങ്ങനെ ഒതുക്കി ചെയ്യാൻ അദ്ദേഹം സഹായിച്ചു. അരങ്ങേറ്റമായപ്പോഴേക്കും സംഗീതവശാൽ ഭാഗ്യവശാൽ 3 സെറ്റ് പാട്ടുകാരുണ്ടായി, ഇതടക്കം. എല്ലാവരും പേര് പറഞ്ഞ സമയം കളയുന്നില്ല. ഇത്തരത്തിൽ എന്ത് ആവശ്യപ്പെട്ടാലും നിർവഹിച്ചു തരാൻ, നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറുള്ള ഒരു മനസ്ഥിതിയായിരുന്നു തിരുനമ്പീശേട്ടൻ്റെ. മാത്രം പറയട്ടെ, ഏറെ പറഞ്ഞ് നീട്ടുന്നില്ല. ഇപ്പം തന്നെ എന്തൊക്കെയോ പറഞ്ഞു എനിക്കറിയില്ല. വാഴപ്പള്ളി ഒരു സ്ഥലമുണ്ടല്ലോ, ചങ്ങനാശ്ശേരി വാഴപ്പള്ളി. ഒരു കാലത്ത് ഈ നമ്മുടെ ഭാഗത്ത്, നമ്മുടെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ആരോഗ്യമാവും. ഏതായാലും ഞങ്ങളുടെ ഭാഗത്തെ കഥകളിക്കാരാണ് അധികം അവിടെ പങ്കെടുത്തിരുന്നത്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി. ഇതിൽ ഓർമ്മ ഇല്ല, അത് ഓർമ്മയ്ക്ക് കിടക്കണ്ട. ഒരു കളിക്ക് അന്ന് കൃഷ്ണകുട്ടിപ്രസാദിൻ്റെ സഹൃദയ സംഘമാണ് 2 ദിവസത്തെ കളി നടത്തിയത്. ആ കളി കഴിഞ്ഞ് മടങ്ങി പോരാൻ ഞങ്ങൾ 2 ആൾ എന്തോ സംഘടിച്ചാൽ ഒറ്റപ്പെട്ടു. സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ഉണ്ടെന്ന് പറയേണ്ട കഴിയില്ല. അത് അന്ന് കാശ് അയച്ചത് കൊടുത്തയച്ച വ്യക്തി ഞങ്ങളുടെ ഒപ്പമില്ലായോ എന്തായാലും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഈ എങ്ങനെയാണ് പോകേണ്ടത് നാട്ടിലേക്ക്. അധ്യാപകാലത്ത് എവിടെ താമസിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇല്ലത്തും സദനത്തിലും കൂടിയിട്ട് എങ്ങനെയാണ് കൂടി പോവുക എന്നൊരു അന്തരീക്ഷത്തിൽ കുറച്ച് നേരം ഉണ്ടായി. പിന്നെ നമ്മൾ ഞങ്ങൾ തന്നെ ഇന്നമാതിരി ചെയ്യാൻ നിശ്ചയിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അങ്ങനൊരു സംഭവം ഉണ്ട്, വിശദാംശത്തിൽ നടക്കുന്നില്ല. തിരുവനന്തപുരം മരിച്ചു, നമ്മുടെ വാർത്ത കിട്ടി. എന്താണ് രോഗമായിരുന്നെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. ആ സമയത്ത് എനിക്ക് ആ ദിവസങ്ങളിൽ അവിടെ പോകാൻ കഴിഞ്ഞില്ല. സാധാരണ മരിച്ചൊന്ന് പോവാം, പിന്നെ ഒക്കെ ദിവസം നോക്കണം, ആണല്ലോ പാരമ്പര്യം. അങ്ങനെ ഞാൻ പെരുമാങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയപ്പോഴേക്കും വാര്യത്തെ ഒരു സ്ത്രീ എന്നെ ധാരാളം പരിചയം, എനിക്ക് അവരും പരിചയമുണ്ട്. തിരുമേനി എവിടേക്കാ? ഞാൻ നമ്പീശേട്ടൻ മരിച്ചു. അയ്യോ, ഇന്നിപ്പോൾ വ്യാഴാഴ്ച അല്ലേ? അങ്ങനെ ഒന്നുണ്ടോ? പരിപാടി ഇനിയിപ്പോൾ എന്താ വേണ്ട? പേരാങ്ങോട്ടുനിന്ന് ഒരു കുറച്ച് ദൂരം നടന്നാൽ ആ വീട്ടിലെത്തും. പക്ഷേ ഇന്ന് വ്യാഴാഴ്ച അല്ലേ, ഇന്ന് പോവാണ്ടിരിക്കുക നല്ലത് എന്ന് ആ സ്ത്രീ വാരസ്യാരെ ഭംഗിയായിട്ട് ഉപദേശിച്ചു. എൻ്റെ അന്തല്യായ അത്ര അല്ലാത്തതുകൊണ്ട് ഞാനന്ന് പോയില്ല. എങ്കിലും ആ ഇടവഴിയിൽ അങ്ങോട്ട് പോയി. അവരാരെയും കണ്ടോ സംസാരിച്ചോ ഒന്നും ഓർമ്മയില്ല. ഏതായാലും ആ സന്ദർഭത്തിലും എനിക്ക് അവസാന വൈകിയാണെങ്കിലും അവിടെ എത്താൻ കഴിഞ്ഞു. വൈകിട്ട് എത്താൻ കഴിഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്തുള്ള തിരൂർ നമ്പീശൻ ഭാഗവതർ എന്ന കഥകളിപ്പാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ്സ് കുനിക്കുന്നു. സംസാരിക്കാൻ ലേശം ബുദ്ധി നിങ്ങൾ ക്ഷമിക്കണം. പണ്ട് കഴിയുമെന്നല്ല പറയണത്, മുമ്പത്തെ പോലെ ഇപ്പോൾ തുടർച്ചയായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, പല കാരണങ്ങളെ. ഏതായാലും ഇത്രയും ഞാനും ഇവിടുത്തെ എൻ്റെ കുട്ടികളും നടട്ടെ ചെയ്തത്. അതിൽ നെല്ലും പതിരും, വിത്തും പതിരും, നല്ല ധാന്യവും പതിരും. പതിര് ആണ് കൂടുതലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ബാക്കി കിട്ടാണ്ടെങ്കിൽ അത് കഥകളിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.